2024 ഏപ്രിൽ മാസം 18 കർണാടകയിലെ ഹൂഗ്ലിയിൽ 23 വയസ്സുള്ള നേഹ KLA യൂണിവേഴ്സിറ്റിയിൽ MCA 1ാം വർഷം പഠിക്കുകയായിരുന്നു. മുൻപ് BVB എഞ്ചിനീയറിംഗ് കോളേജ് എന്നറിയപ്പെട്ടിരുന്ന ഈ കോളേജ് പിന്നീട് പേര് മാറ്റിയതാണ്. സെമസ്റ്റർ പരീക്ഷ പതിവ് പോലെ നടക്കുന്നതുകൊണ്ട് നേഹ കോളേജിലെത്തി. അവളുടെ കൂട്ടുകാരികളുമായി അല്പസമയം സംസാരിച്ചു. അത് കഴിഞ്ഞ് പരീക്ഷാ ഹാളിലേക്ക് പോയി. സമയം ഇപ്പോൾ വൈകുന്നേരം 3:30. പരീക്ഷ കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ നിന്നും അവൾ പുറത്തിറങ്ങി. അങ്ങനെ വീട്ടിലേക്ക് പോകാനായി കോളേജ് ക്യാമ്പസിലൂടെ നടക്കുകയായിരുന്നു. അങ്ങനെ നടന്നുപോയി അവൾക്ക് അടുത്ത് നടന്ന സംഭവം കർണാടകയിലുടനീളം സെൻസേഷണൽ വാർത്തയായി മാറി. ഇത് സംസ്ഥാനത്തിന്റെ വലിയ പ്രശ്നമായി മാറി. അങ്ങനെ 23 വയസ്സുള്ള നേഹയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമന്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. നമ്മുടെ ചാനൽ ഇതുവരെയും കണ്ടിട്ട് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയ 23 വയസ്സുള്ള നേഹ കോളേജ് ക്യാമ്പസിലൂടെ നടക്കുകയായിരുന്നു. ഇപ്പോൾ ഒരാൾ എതിർദിശയിൽ വന്ന് അവളെ വഴി തടഞ്ഞു. മുഖംമൂടി ധരിച്ച അയാളെ കണ്ട് നേഹ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഉടൻ തന്നെ അവൾ അവിടെ നിന്നും പോകാൻ ശ്രമിച്ചു. പക്ഷെ അവൻ അവളെ തടഞ്ഞു നിർത്തി സംസാരിച്ചു. കുറച്ച് മിനിറ്റിനുള്ളിൽ ഇവർ ഇരുവരും വഴക്കിടാൻ തുടങ്ങി. തർക്കം കഴിഞ്ഞ് 2-3 മിനിറ്റിനുള്ളിൽ അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് നേഹയുടെ വയറ്റിൽ തന്നെ കുത്തി. താഴേക്ക് വീണ നേഹ സഹായത്തിനായി നിലവിളിക്കാൻ തുടങ്ങി. നേഹയുടെ ശബ്ദം കേട്ട വിദ്യാർത്ഥികളും സ്റ്റാഫുകളും അവിടേക്ക് ഓടി വന്നു. അവൻ താഴെ കിടന്നിരുന്ന നേഹയുടെ കഴുത്തിലും നെഞ്ചിലും ഭ്രാന്തനെ പോലെ വീണ്ടും വീണ്ടും കുത്താൻ തുടങ്ങി. ഓടി വന്നവർ അവനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇപ്പോ രക്തം വാർന്നു കിടന്ന നേഹയെ കോളേജ് ആംബുലൻസിൽ കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഡോക്ടർമാർക്ക് നേഹയെ രക്ഷിക്കാനായില്ല. 23 വയസ്സായ നേഹ വളരെ ദാരുണമായി മരിക്കുന്നു. നിരഞ്ജൻ ഹിരേമത് കർണാടകയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലെ കൗൺസിലറാണ്. കൊലപാതകത്തിന് ഇരയായ നേഹ അദ്ദേഹത്തിന്റെ മകളാണ്. ഇക്കാരണത്താൽ പോലീസിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു. സംഭവം നടന്ന് 30 മിനിറ്റിനുള്ളിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് കോളേജിലെ സംഭവം നടന്ന സ്ഥലത്തേക്കെത്തി. ഈ സംഭവങ്ങളെല്ലാം കോളേജിലെ CCTV ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു. ഇപ്പോൾ അവിടെ വന്ന പോലീസും ഈ ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. ഈ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണിക്കാൻ സാധിക്കില്ല. ഞാൻ നമ്മുടെ ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ ഒരു മുന്നറിയിപ്പ് കൂടെ നൽകാം. കാണണം എന്ന താല്പര്യമുള്ളവർക്ക് മാത്രം അത് കാണാം. കാരണം അത് അത്ര ക്രൂരമായ കാഴ്ചകളാണ്. ദയവായി ഒരുപാട് തവണ ചിന്തിച്ചതിനു ശേഷം മാത്രം ആ വീഡിയോ കാണുക. ഇപ്പൊ പോലീസിനൊപ്പം കോളേജ് സ്റ്റാഫുകളും ആ ഒരു ദൃശ്യം കണ്ടു. അവർ അങ്ങനെ നോക്കുമ്പോൾ തന്നെ അവൻ ആരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതെ, അവന്റെ പേര് ഫിയാസ്. അവൻ അതേ കോളേജിൽ MCA പഠിക്കുകയായിരുന്നു. അവനും നേഹയുടെ സഹപാഠിയായിരുന്നു. എന്നാൽ 6 മാസം മുൻപ് പഠനം നിർത്തി. മാതാപിതാക്കളെ പോലും കയറ്റാത്ത ആ കോളേജിൽ അവൻ പഴയ വിദ്യാർത്ഥി ആയതുകൊണ്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ അവനെ അകത്തേക്ക് കയറ്റിവിട്ടു. വിദ്യാർത്ഥികളുടെ രേഖകളിൽ നിന്നും ഇപ്പോൾ അവന്റെ ഫോൺ നമ്പറും വിലാസവും പോലീസ് ശേഖരിച്ചു. അടുത്ത 2 മണിക്കൂറിൽ അവനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. ഉടൻ തന്നെ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കി. അവനെ റിമാൻഡിൽ കൊണ്ടുപോകാൻ അനുവാദം ചോദിച്ചു. ചോദ്യം ചെയ്യലിൽ അവൻ പറഞ്ഞത് അവൻ നേഹയെ സ്നേഹിച്ചിരുന്നു എന്നും പ്രപ്പോസ് ചെയ്തപ്പോൾ അവനത് റിജക്ട് ചെയ്തു എന്നും പറഞ്ഞു. അവളെ എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കണമെന്ന് ചിന്തിച്ച അവൻ അവളെ തുടർച്ചയായി ശല്യം ചെയ്യാൻ തുടങ്ങി. അവന്റെ പ്രണയം സ്വീകരിക്കാൻ അവളെ നിർബന്ധിച്ചു. പക്ഷെ അവസാനം വരെയും അവൾ അത് അംഗീകരിക്കാത്തതുകൊണ്ട് ദേഷ്യത്തിൽ അവൻ അവളെ കൊന്നു. ഇങ്ങനെ അവൻ സംഭവിച്ചതെല്ലാം പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞതെല്ലാം നുണയാണെന്നും കാരണം മറ്റൊന്നാണെന്നും പറഞ്ഞ് അന്ന് വൈകുന്നേരം കർണാടകയിലുടനീളം ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കാൻ തുടങ്ങി. ഒരു രാഷ്ട്രീയക്കാരന്റെ മകളെ മർദ്ദിച്ചു. അതും ഇരയുടെ അച്ഛൻ ഭരണകക്ഷിയിലെ അംഗമാണ്. അതിനാൽ മറ്റൊരു പാർട്ടിയിലെ രാഷ്ട്രീയക്കാർ രാജ്യത്തിൽ ക്രമസമാധാനമില്ലെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഹിന്ദു സമുദായത്തിലുള്ളവർ തങ്ങളുടെ മതത്തിലെ പെൺകുട്ടികൾക്ക് സുരക്ഷയില്ല എന്ന് വിവാദ കഥകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ സമയത്ത് മറ്റു ചിലർ പറഞ്ഞത്
കൊലപാതകി ഒരു മുസ്ലിമായതിനാൽ ഇതൊരു ലവ് ജിഹാദ് പ്രശ്നമാണെന്ന് വളരെ വലിയ ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വെച്ചു. അതായത് ചില മുസ്ലിം ആൺകുട്ടികൾ മുസ്ലിം അല്ലാത്ത പെൺകുട്ടികളെ സ്നേഹിക്കുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്യും. എന്നാൽ അവരുടെ ലക്ഷ്യം അവരെ മതം മാറ്റുക എന്നുള്ളതാണ്, മുസ്ലിമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നു. ഇപ്പോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന രീതിയിൽ ഏപ്രിൽ മാസം 19-ന്, അതായത് സംഭവം നടന്ന പിറ്റേ ദിവസം, കർണാടക മുഖ്യമന്ത്രി ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകി. വ്യക്തിപരമായ കാരണങ്ങളിലാണ് നേഹ അയാൾ കൊലപ്പെടുത്തിയതെന്നും അതും രാജ്യത്തിന്റെ ക്രമസമാധാനത്തിനും യാതൊരു ബന്ധവുമില്ല എന്നും അദ്ദേഹം തന്റെ അഭിപ്രായം പറഞ്ഞു. ഇതിനുശേഷം കർണാടകയിലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് കോളേജിൽ വെച്ചാണ് സംഭവം നടന്നത്, അതിനാൽ കോളേജ് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും പറഞ്ഞു. ഇതിൽ രാഷ്ട്രീയം ഉണ്ടാക്കരുതെന്നും പറഞ്ഞു. നേഹയും ഫിയാസും പരസ്പരം സ്നേഹിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൾ അവനിൽ നിന്നും അകലാൻ ശ്രമിച്ചു. അതിനാൽ അവന് ദേഷ്യം വന്നു, അവളെ കൊന്നു. ഇവിടെ ലവ് ജിഹാദ് നടന്നതിന് യാതൊരു തെളിവുമില്ല. അതിനാൽ ഇതിനെ ഒരു മതകലാപമാക്കി മാറ്റരുതെന്ന് മാധ്യമങ്ങൾക്ക് അദ്ദേഹം ഒരു അഭിമുഖം നൽകി. നേഹയുടെ അച്ഛൻ നിരഞ്ജൻ ഇതേ രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അഭിപ്രായം എതിർത്തു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്റെ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കിയെന്നും മകൾ അവനെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്നും പറഞ്ഞു. നേഹയോട് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ അവൻ മറ്റൊരു മതത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞ് അവൾ അത് നിരസിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന സത്യത്തിന് വിരുദ്ധമാണെന്നും ഇതിൽ ലവ് ജിഹാദിന് പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അവർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിന് അനുകൂലമായാണ് സംസാരിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഫിയാസിന്റെ അച്ഛനും ഒരു ഇന്റർവ്യൂ കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് താനൊരു സ്കൂളിലെ അധ്യാപകനായി ജോലി നോക്കുകയാണ്. 8 മാസങ്ങൾക്ക് മുൻപ് നേഹയുടെ വീട്ടിൽ നിന്നും ഒരു കോൾ വന്നു. ഫോൺ വിളിച്ച നേഹയുടെ മാതാപിതാക്കൾ പറഞ്ഞത് മകൻ തുടർച്ചയായി നേഹയെ ശല്യം ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പരാതിപ്പെട്ടു. ഭാര്യയുമായുള്ള തെറ്റിദ്ധാരണ കാരണം കഴിഞ്ഞ 6 വർഷമായി ഞങ്ങൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഇത് കാരണം മകന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും നേഹയുടെ മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഫിയാസിനെ വിളിച്ച് ശകാരിച്ചു. പക്ഷെ അവൻ അതൊന്നും കാര്യമാക്കാതെ നേഹയെ വീണ്ടും ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഫിയാസ് നേഹയെ കൊന്നുവെന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് ഞാൻ തന്നെ അറിഞ്ഞത്. അതോടൊപ്പം അവന് ശരിയായ ശിക്ഷ നൽകണം. ആ ശിക്ഷ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആലോചിക്കുന്നവർക്ക് ഒരു പാഠമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുമാത്രമല്ല, മാധ്യമങ്ങൾക്ക് മുൻപിൽ നേഹയുടെ കുടുംബത്തോട് അദ്ദേഹം ക്ഷമ ചോദിച്ചു. എന്നാൽ ഫിയാസിന്റെ അമ്മ മറ്റൊരു കഥ പറയാൻ തുടങ്ങി. ഫിയാസിന്റെ അമ്മ ഏപ്രിൽ 20-ന് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് തന്റെ മകന്റെ സ്നേഹം ഏകപക്ഷീയമല്ല, നേഹയും അവനെ സ്നേഹിച്ചു. അവളുടെ നമ്പർ അവന് നൽകിയത് നേഹ തന്നെയാണ്. അതിനുശേഷം ഇരുവരും ഫോൺ വഴി സംസാരിക്കാൻ തുടങ്ങി. എല്ലാം നന്നായി തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നേഹ മാത്രം അവനിൽ നിന്നും പെട്ടെന്ന് അകലം പാലിക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ് ഒരു ദിവസം അവൾക്ക് പിരിയാൻ ആഗ്രഹമുണ്ടെന്ന് അവനോട് പറഞ്ഞു. ഇത് കാരണം ഫിയാസ് മാസങ്ങളായി വിഷാദത്തിലായിരുന്നു. ഈയൊരു കാരണം കൊണ്ടാണ് കോളേജ് പഠനം അവസാനിപ്പിച്ചതെന്നും പറഞ്ഞു. മറ്റുള്ളവരെ പോലെ ഇതിൽ ലവ് ജിഹാദിന് പങ്കില്ലെന്നും അവർ പറഞ്ഞു. തന്റെ മകൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് കണ്ണീരോടുകൂടി കൈകൂപ്പി ജനങ്ങളോട് മാപ്പ് പറഞ്ഞു. ഇതോടെ കർണാടകയിലെമ്പാടും കോളേജ് വിദ്യാർത്ഥികൾ നേഹയ്ക്ക് നീതി ലഭിക്കണമെന്ന് അഭ്യർത്ഥിച്ച് റാലി നടത്തി. ധാരാളം മതസമൂഹങ്ങൾ ഒത്തുകൂടി KLE കോളേജിന് മുൻപിൽ പ്രതിഷേധം നടത്താൻ തുടങ്ങി. കലാപം തടയാനായി പോലീസ് ആ കോളേജ് റോഡ് മുഴുവനും ഉപരോധിച്ചു. ഇത് വലിയ പ്രശ്നമാകാൻ തുടങ്ങിയപ്പോൾ ഫിയാസിന്റെ കുടുംബം പ്രശ്നത്തിലാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ബെൽഗാം ജില്ലയിലെ അവന്റെ വീടും പരിസരവും മുഴുവൻ പോലീസ് സംരക്ഷണം നൽകി. കലാപം തടയാൻ ആ തെരുവിലെ വാണിജ്യ കെട്ടിടങ്ങൾ മുതൽ ചെറിയ കടകൾ വരെ അടച്ചുപൂട്ടേണ്ടി വന്നു. നേഹയുടെ അച്ഛൻ നിരഞ്ജൻ തന്റെ മകളെ കൊന്നവന് അനുകൂലിച്ച് വാദിക്കാൻ ആരും ഹാജരാകരുതെന്ന് വക്കീൽ കൗൺസിലിന് ഒരു അഭ്യർത്ഥന നടത്തി. അവനും മരണശിക്ഷ ലഭിക്കുന്നതാണ് തന്റെ മകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നീതിയെന്ന് കണ്ണീരോടുകൂടി അച്ഛൻ പറഞ്ഞു. ഇങ്ങനെ ഇരയ്ക്ക് നീതി ലഭിക്കുന്നതിനായി പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ മകൻ ചെയ്ത കാര്യങ്ങൾക്ക്, തെറ്റിന് മാതാപിതാക്കൾ മാധ്യമങ്ങളോടും ജനങ്ങളോടും ക്ഷമ പറയുമ്പോൾ ക്രൂരമായി കൊല്ലപ്പെട്ട നേഹയുടെ ശരീരം ഹൂഗ്ലിയിലെ ശ്മശാനത്തിൽ അവസാന ചടങ്ങുകളെല്ലാം നടത്തി. ഇപ്പോ നമുക്ക് ഈ കേസിലെ രാഷ്ട്രീയവും മതപരവുമായ അഭിപ്രായങ്ങളെല്ലാം നീക്കം ചെയ്യാം. പ്രണയപരാജയം സംഭവിച്ചാൽ ചില പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നുകിൽ സ്വന്തം ജീവൻ അപഹരിക്കും, അല്ലെങ്കിൽ വേർപിരിഞ്ഞതിന്റെ പേരിൽ ജീവന തുല്യം സ്നേഹിച്ച വ്യക്തിയെ തന്നെ കൊല്ലും. ഇതിൽ മറ്റൊരു തരമുണ്ട്. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പ്രണയത്തിന്റെ പേരിൽ എല്ലാ സ്ഥലങ്ങളിലും കറങ്ങും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ പിരിയും, പിന്നെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകും, വീണ്ടും ആ ഒരു ബന്ധവും പിരിയും. ഇങ്ങനെ വസ്ത്രം മാറുന്നത് പോലെയാണ് തങ്ങളുടെ കാമുകനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള വ്യക്തികളുമുണ്ട്, ആദ്യം പറഞ്ഞതുപോലുള്ള ആളുകളുമുണ്ട്. അവസാനം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഒരു ബന്ധത്തിൽ പ്രതിബദ്ധതയുള്ളവരാണെങ്കിൽ ദയവായി നിങ്ങളുടെ കാമുകിയെയോ കാമുകനെയോ ചതിക്കരുത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആകട്ടെ,
ദയവായി നിങ്ങൾ നിങ്ങളുടെ ജീവൻ അപഹരിക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത്. അത് വിഡ്ഢിത്തമാണ്. എല്ലാം മറന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായും അതിനെ മറികടക്കാൻ സാധിക്കും. ഇതൊക്കെ മറന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കൊരു യാത്ര അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ധാരാളം സമയം ചിലവഴിക്കാം. 1 വർഷം കഴിഞ്ഞ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനൊക്കെയാണോ ഞാൻ ഇത്രയും സങ്കടപ്പെട്ടത് എന്നൊരു ചിന്ത വരെ നിങ്ങൾക്ക് തോന്നാം. കാരണം തീർച്ചയായും നിങ്ങൾക്ക് അതിനേക്കാൾ മികച്ച ഒരു ജീവിതം അന്ന് ലഭിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.